ഹായ് ഫ്രണ്ട്സ്, എല്ലാ പേർക്കും സ്വാഗതം. ഞാൻ ആശ. ഇന്ന് നമ്മുടെ മണി ചലഞ്ചിങ് ഡേയുടെ തേർഡ് ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസുകളൊക്കെ പറഞ്ഞു തരാം. ഇതുവരെയുള്ള പ്രാക്ടീസുകളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളിൽ കുറേയേറെ പേർക്കെങ്കിലും റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കണം. മറന്നു പോകരുത്, അത് കമൻറ്റ് ചെയ്യുക. അതെല്ലാവർക്കും ഒരു വിശ്വാസം, അല്ലെങ്കിൽ അവർക്ക് പ്രാക്ടീസ് ചെയ്ത് അവരിലേക്ക് പണത്തെ ആകർഷിക്കാൻ സക്സസ് സ്റ്റോറികൾ കേൾക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടേണ്ടതാണ്. നിങ്ങൾ അത്രയും വിശ്വാസത്തോടു കൂടിയാണ് അഫർമേഷനും സ്വിച്ച് ബോർഡുകളൊക്കെ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കണം. എങ്കിലും കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസും അതുപോലെ തന്നെയാണ്. നമ്മൾ അഫർമേഷൻസും സ്വിച്ച് ബോർഡ്സും ഏഞ്ചൽ നമ്പേഴ്സും തന്നെയാണ് വരുന്നത്. വിശ്വാസത്തോടു കൂടി റിസൾട്ടിനെ കുറിച്ച് നോക്കാതെ പണത്തെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് അതിൻ്റെ എൻ്റെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ എൻ്റെ കൈകളിലേക്ക് വന്നു ചേരും എന്ന് മാത്രം, വഴിയെക്കുറിച്ചിട്ട് നിങ്ങൾ ചിന്തിക്കരുത്. എങ്ങനെ വരും, അത് വരാനുള്ള സാധ്യതയില്ലല്ലോ എന്നൊന്നും ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ചാൽ അതിന് തടസ്സമാണ്. അതുകൊണ്ട് നിങ്ങൾ വഴിയെക്കുറിച്ച് ചിന്തിക്കരുത്, റിസൾട്ടിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. നിങ്ങളുടെ അക്കൗണ്ടിൽ പണം വരുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ കൈവശം പണം വന്നു ചേരുന്നതോ മാത്രം ചിന്തിക്കുക. തീർച്ചയായിട്ടും ആ വിശ്വാസം നിങ്ങളെ റിസൾട്ടിലേക്ക് കൊണ്ടെത്തിക്കും. പണത്തെ അഗാധമായിട്ട് ഇഷ്ടപ്പെടുക, സ്നേഹിക്കുക, ഗ്രാറ്റിറ്റ്യൂഡൊക്കെ പറയുക കേട്ടോ. എപ്പോഴും പണം കൊണ്ട് നമ്മൾ വാങ്ങിയെടുത്ത സാധനങ്ങൾക്കൊക്കെ എപ്പോഴും നന്ദിയുള്ളവനായിരിക്കണം. അപ്പോഴാണ് വീണ്ടും വീണ്ടും പണത്തെ ഓർത്ത് നന്ദി പറയാനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത്. പ്രാക്ടീസുകളൊക്കെ പറഞ്ഞു തരാം. അതിനു മുൻപ് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അല്ലെങ്കിൽ വീഡിയോ കണ്ടു കഴിയുമ്പോൾ മറക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഒപ്പം ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്തേക്കുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നതായിരിക്കും. വിശ്വാസത്തോടുകൂടി ക്ഷമയോടുകൂടി പ്രാക്ടീസ് ചെയ്യൂ. അത്ഭുതകരമായിട്ടുള്ള റിസൾട്ട് നമ്മളെ തേടി എത്തുക തന്നെ ചെയ്യും. ഓക്കെ, അപ്പം നമുക്ക് പ്രാക്ടീസിലേക്ക് പോകാം. ഞാൻ പണത്തെ ആകർഷിക്കുന്ന അതിശക്തമായ കാന്തമാണ്. 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 പണം എന്നെയും ഞാൻ പണത്തെയും ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. 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 പണം എന്നെയും ഞാൻ പണത്തെയും ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു.
പണം എന്നെയും ഞാൻ പണത്തെയും ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പണം എന്നെയും ഞാൻ പണത്തെയും ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പണം എന്നെയും ഞാൻ പണത്തെയും ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പണം എന്നെയും ഞാൻ പണത്തെയും ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പണം എന്നെയും ഞാൻ പണത്തെയും ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പണം എന്നെയും ഞാൻ പണത്തെയും ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പണം എന്നെയും ഞാൻ പണത്തെയും ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പണം പല ഊർജരൂപത്തിൽ എന്നിലേക്ക് നിരന്തരമായി വന്നു ചേർന്നുകൊണ്ടേയിരിക്കുന്നു. 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 ഈ ഓരോ അഫർമേഷനും നിങ്ങൾ 11 തവണ ആവർത്തിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി സന്തോഷത്തോടുകൂടി വിശ്വാസത്തോടുകൂടി എഴുതുക. ഇനി സ്വിച്ച് വേർഡിലേക്ക് വരാം. വിൻഡ് ഫാൾ കൗണ്ട്. 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 ഈ സ്വിച്ച് വേർഡ് നിങ്ങൾ വളരെയധികം വിശ്വാസത്തോടുകൂടി, അതായത് ആദ്യം ചെറിയൊരു വിഷ്വലൈസേഷൻ കൊടുത്തതിന് ശേഷം നിങ്ങളിലേക്ക് പണം വരുന്നതിൻ്റെ ഒരു വിഷ്വലൈസേഷൻ കൊടുക്കുക. അതിപ്പോൾ അക്കൗണ്ടിലാണെങ്കിൽ അങ്ങനെ, നിങ്ങളുടെ കൈവശമാണെങ്കിൽ അങ്ങനെ, നിങ്ങളുടെ വാലറ്റ്, നിങ്ങളുടെ പേഴ്സിൽ നിറഞ്ഞിരിക്കുന്നതാണെങ്കിൽ അങ്ങനെ, ഏതെങ്കിലും നല്ല രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന, ഇപ്പോൾ ഇന്ത്യൻ മണി ആണെങ്കിൽ അങ്ങനെ, വിദേശത്താണെങ്കിൽ അങ്ങനെ, ആ പണം ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നതായിട്ട് ഒന്ന് വിഷ്വലൈസേഷൻ കൊടുത്തതിന് ശേഷം നിങ്ങൾ ഈ വിൻഡ് ഫാൾ കൗണ്ട് എന്ന സ്വിച്ച് വേർഡ് സന്തോഷത്തോടു കൂടി ചാൻറ്റ് ചെയ്യുകയും, പറയുമ്പോൾ എണ്ണം നോക്കണ്ട, എഴുതുകയാണെങ്കിൽ 28 തവണ നിങ്ങൾ എഴുതുക. അതും വളരെ സന്തോഷത്തോടു കൂടി തന്നെ എഴുതുക. ഇനി ഞാൻ സ്വിച്ച് വേർഡാണ് പറയുന്നത്.
സ്വിച്ച് വേർഡ് പ്രോസ്പെരിറ്റിയെ കുറിക്കുന്ന, സമൃദ്ധിയെ കാണിക്കുന്ന സ്വിച്ച് വേർഡ് അല്ല, ഏഞ്ചൽ നമ്പറാണ്. സമൃദ്ധിയെ കാണിക്കുന്ന ഏഞ്ചൽ നമ്പറാണ് 888. ഓക്കെ, 888, ഏഞ്ചൽ നമ്പർ 888 എൻ്റെ ജീവിതത്തിലേക്ക് സകല സമൃദ്ധിയും സൗഭാഗ്യങ്ങളും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി. 888, 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 888. ഈ 888 എണ്ണം നോക്കിയല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്, കുറേ തവണ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങളിത് എഴുതുന്നുണ്ടെങ്കിൽ 28 തവണ എഴുതിക്കോളൂ. ചാൻറ്റ് ചെയ്യുവാണെങ്കിൽ എണ്ണം നോക്കണ്ട. കാരണം നമ്മുടെ ശ്രദ്ധ എണ്ണത്തിലേക്കായിപ്പോൾ, അപ്പോൾ ശ്രദ്ധ കിട്ടില്ല. അപ്പോൾ അത്രയും വിശ്വാസത്തോടു കൂടി ഈ പ്രാക്ടീസും ചെയ്യുക. തീർച്ചയായിട്ടും ഇതിലൊക്കെ പണം അല്ലെങ്കിൽ സമൃദ്ധി എന്നുള്ള ശബ്ദം ഇങ്ങനെ എന്താണ് നമ്മുടെ മനസ്സിലേക്ക് ആഴത്തിൽ പതിയുന്ന രീതിയിൽ നിൽക്കുന്നു. അതുമാത്രമല്ല, നമ്മൾ വിഷ്വലൈസേഷനും കൊടുക്കുന്നുണ്ട്. സന്തോഷത്തിൽ ഇരുന്നു കൊണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സാധ്യതയല്ല, വരും. ഓക്കെ, ആ വിശ്വാസത്തോടു കൂടി തന്നെ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നു. കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സമ്പത്ത് സമൃദ്ധിയും സകല സൗഭാഗ്യങ്ങളും വർദ്ധിച്ചു കൊണ്ടേയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ദിവസത്തെ പ്രാക്ടീസുമായിട്ട് ഞാൻ ഉടനെ വരാം. അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ആത്മാർത്ഥമായിട്ട് ചെയ്തോളൂ.